നമസ്കാരം. പ്രധാന വാർത്തകൾ. കൂടെ താമസിച്ചിരുന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് മണ്ണാർക്കാട് പ്രത്യേക കോടതി. അഗളി കള്ളമല സ്വദേശി ചരളംകുന്നേൽ സലിൻ ജോസഫിനാണ് ശിക്ഷ വിധിച്ചത്. 38-കാരിയായ ലക്ഷ്മിയെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. മണ്ണാർക്കാട് അരിയൂർ ബാങ്കിന് നേരെയുള്ള അഴിമതി ആരോപണം. CPM-ലെ മണ്ണാർക്കാട്ടെ വിഭാഗീയതയുടെ ഇരയായ നേതാക്കൾക്കെതിരെയുള്ള പ്രതികാരമെന്ന് UDF നേതാക്കൾ. പഴയ അന്വേഷണ റിപ്പോർട്ടാണ് പുതിയതാണെന്ന് വ്യാജേന അവതരിപ്പിച്ചതെന്നും നേതാക്കൾ. ചെറുപ്പളശ്ശേരിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മാല പൊട്ടിക്കൽ ശ്രമം പ്രതി പിടിയിൽ. 18-കാരനായ യുവാവാണ് അറസ്റ്റിലായത്. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം. KSSPU-വിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകണമെന്നും ആവശ്യം. ജീവിത സായന്തനത്തിൽ ദുരിതം പേറി പുലാപ്പറ്റ ഉമ്മനടിയിൽ വൃദ്ധ സഹോദരിമാർ. 86-കാരിയായ പത്മാവതി അമ്മയും സഹോദരിയും കഴിയുന്നത് അയൽവാസികളുടെ കാരുണ്യത്തിൽ. ചികിത്സയ്ക്കായി എടുത്ത ലോൺ കുടിശ്ശികയായതിനെ തുടർന്ന് വീടിന് ജപ്തി ഭീഷണി. വിശദമായ വാർത്തകളിലേക്ക്. കൂടെ താമസിച്ചിരുന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. അഗളി കൽക്കണ്ടി കള്ളമല സ്വദേശി ചരളംകുന്നേൽ സലിൻ ജോസഫിനാണ് മണ്ണാർക്കാട് പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. 2020 ഒക്ടോബർ 20-നാണ് സംഭവം. ചാവടിയൂരിൽ പ്രതി സലിൻ ജോസഫിന്റെ കൂടെ താമസിക്കുന്ന ചെമ്മണ്ണൂരിലെ 38-കാരിയായ ലക്ഷ്മിയെ വീടിനുള്ളിൽ കല്ല്, കത്തി എന്നിവ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. സ്ഥിരമായി മദ്യപിച്ചെത്തുന്ന സലിൻ ലക്ഷ്മിയെ ഉപദ്രവിച്ചിരുന്നുവെന്നും കൃത്യം നടത്തുമ്പോഴും പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. അഗളി ASP ആയിരുന്ന പദൻ സിംഗാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സാക്ഷികൾ ഇല്ലാത്തതിനാൽ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും അടിസ്ഥാനമാക്കിയായിരുന്നു വിധി. ഈ കേസിൽ ശാസ്ത്രീയമായ തെളിവുകളും സാഹചര്യ തെളിവുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം അവരുടെ വീടിനകത്ത് നടന്ന സംഭവമാണ്, മറ്റാരും കണ്ടിട്ടില്ല. എന്നാൽ ഈ കേസിൽ പ്രതി എടുത്ത വാദം അദ്ദേഹം ഈ കൃത്യം നടക്കുന്ന സമയത്ത് മാനസിക രോഗിയായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ സ്വബോധത്തോടു കൂടി ചെയ്തതല്ല എന്നുമായിരുന്നു പ്രതിയുടെ വാദം. എന്നാൽ ആ പ്രതിയുടെ വാദം തെളിയിക്കാൻ പ്രതിക്ക് കഴിഞ്ഞിട്ടില്ല. സംഭവ സമയം ഈ പ്രതിക്ക് അത്തരത്തിൽ ഒരു അസുഖമോ അല്ലെങ്കിൽ സംഭവത്തിന് മുന്നേ ഈ തരത്തിലുള്ള എന്തെങ്കിലും അസുഖമോ ഉണ്ടായിരുന്നതായി യാതൊരു തെളിവുകളും, ഈ കേസിലെ ശാസ്ത്രീയ തെളിവുകൾ, അവിടെ നിന്നും ഫോറൻസിക് എക്സ്പേർട്സ് കളക്ട് ചെയ്ത തെളിവുകൾ, DNA പ്രൊഫൈലിംഗ് നടത്തിയ സംഗതികൾ, ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ്, ആ മരണപ്പെട്ട സ്ത്രീയുടെ ബ്ലഡ് ഗ്രൂപ്പും ഈ പ്രതിയുടെ വസ്ത്രങ്ങളിൽ കണ്ട ബ്ലഡ് ഗ്രൂപ്പും ഒന്നാണെന്ന് തെളിയുകയും തന്നെയുമല്ല, കൃത്യത്തിന് ശേഷം ഊരുമൂപ്പനായ തൊട്ട അയൽവാസിയെയാണ് ആദ്യമായി കാണുന്നത്. അദ്ദേഹത്തോട് ഈ കൃത്യത്തിൻ്റെ കാര്യം പ്രതി പറയുന്നതും അതൊരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ കൂടിയായി എടുത്തിട്ടും ആണ് കേസ് കോടതി എല്ലാ തെളിവുകളും വിശദമായി പരിശോധിച്ച് മാത്രമാണ് കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. ഈ പ്രതിക്ക് 2 കൗണ്ടിലാണ് ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, അതായത് ഇരട്ട ജീവപര്യന്തം, അതായത് 304 പാർട്ട് 1 എന്ന കൊലപ്പെടുത്തി എന്ന കുറ്റത്തിന് ജീവപര്യന്തവും, അതുപോലെ പട്ടികജാതിക്കാരിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം കഴിഞ്ഞ 6 വർഷമായി ഒന്നിച്ച് താമസിച്ചിരുന്ന ആളാണ്. അപ്പോൾ അവർ പട്ടികജാതിക്കാരിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന കുറ്റമായ സെക്ഷൻ 325 ഓഫ് അട്രോസിറ്റീസ് ആക്ട്, അതിനും ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരട്ട ജീവപര്യന്തമാണ് ഈ പ്രതിക്ക് ബഹുമാനപ്പെട്ട കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. കൂടാതെ 1 ലക്ഷം രൂപ മൊത്തം പിഴയായി ഒടുക്കാനും കോടതി പറഞ്ഞിട്ടുണ്ട്. കൊലപാതകത്തിനും പട്ടിക വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം അനുസരിച്ചുമാണ് ഇരട്ട ജീവപര്യന്തവും 1 ലക്ഷം രൂപ പിഴയും മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടിയും അധിക തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് P. ജയൻ ഹാജരായി. ASI-മാരായ K. രാജേഷ് കുമാർ, PD ദേവസ്യ, സീനിയർ CPO M. സുന്ദരി, സുഭാഷിണി എന്നിവർ അന്വേഷണ ഉദ്യോഗസ്ഥനെ സഹായിച്ചു. CPIM-ലെ മണ്ണാർക്കാട്ടെ വിഭാഗീയതയുടെ ഇരയായ നേതാക്കൾക്കെതിരെയുള്ള പ്രതികാരമാണ് അരിയൂർ ബാങ്കിന് നേരെയുള്ള അഴിമതി ആരോപണമെന്ന് UDF. ഇതിനായി 2 വർഷം മുമ്പത്തെ അന്വേഷണ റിപ്പോർട്ടാണ് പുതിയതാണെന്ന വ്യാജേന വീണ്ടും അവതരിപ്പിക്കുന്നത്. ആരോപണങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ CPM ഭരിക്കുന്ന യൂണിവേഴ്സൽ കോളേജ് അരിയൂർ ബാങ്കിന് നൽകാനുള്ള 60 ലക്ഷം രൂപ തിരിച്ചു നൽകി മാതൃക കാണിക്കണമെന്നും ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിലവിൽ അരിയൂർ ബാങ്കിൽ ഒരു പ്രതിസന്ധിയും ഇല്ല. ഇടപാടുകാർക്ക് പലിശ ഇളവ് അനുവദിച്ച ഇനത്തിലും
നിക്ഷേപകർക്ക് 0.5% പലിശ അധികം നൽകിയതും വർഷങ്ങളായി വാച്ച്മാൻമാരായി ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം നൽകിയതും ഉൾപ്പെടെയുള്ള ന്യൂനതകളാണ് അരിയൂർ ബാങ്കിനെതിരെ സഹകരണ വകുപ്പിന്റെ 65 അന്വേഷണ പ്രകാരം കണ്ടെത്തിയിരുന്നത്. ഇതിനെതിരെ കഴിഞ്ഞ ഭരണസമിതിയും ജീവനക്കാരും നൽകിയ അപ്പീൽ തീർപ്പാക്കാതെ കിടക്കുകയാണ്. ഇതല്ലാതെ പുതിയ ഒരു അന്വേഷണ റിപ്പോർട്ടും ബാങ്കിനെതിരെ വന്നിട്ടില്ല. ഇടതുപക്ഷം സമൂഹമാധ്യമങ്ങളെ ഉപയോഗിച്ച് നടത്തിയ കുപ്രചരണത്തിന്റെ ഭാഗമായി നിക്ഷേപകർ ഒന്നിച്ച് 40 കോടി രൂപ പിൻവലിച്ചു. ഇതിന്റെ താൽക്കാലിക പ്രതിസന്ധിയുണ്ട്. എന്നാൽ 60 കോടി രൂപ ബാങ്കിൽ നിക്ഷേപമുണ്ട്. വ്യാജ പോസ്റ്റുകൾ നിർമ്മിച്ചും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചും ബാങ്കിനെ തകർക്കുകയാണ് CPMന്റെ ലക്ഷ്യം. CPM ഭരിക്കുന്ന യൂണിവേഴ്സൽ കോളേജിന് 1 വർഷത്തേക്ക് നൽകിയ 60 ലക്ഷം രൂപ വർഷങ്ങളായിട്ടും തിരിച്ചു നൽകുകയോ പലിശ പോലും നൽകുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ CPM നടത്തുന്ന പ്രചാരണത്തിന്റെ ഉദ്ദേശ്യം അരിയൂർ ബാങ്ക് അല്ലെന്നും CPMലെ മുൻ നേതാക്കളെക്കാൾ തങ്ങളാണ് കേമന്മാർ എന്ന് വരുത്താനുള്ളതാണെന്നും ബാങ്കിന്റെ മുൻ പ്രസിഡന്റും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ TS സിദ്ദീഖ് പറഞ്ഞു. ചില ഡെപ്പോസിറ്റർമാർക്ക് 0.5% പലിശ കൂടുതൽ കൊടുത്തു. ഡെപ്പോസിറ്റർമാർക്ക് 0.5% പലിശ കൂടുതൽ കൊടുത്തു എന്നത് എൻ്റെ പേരിൽ 50 ലക്ഷം രൂപ ബാങ്ക് നഷ്ടപ്പെടുത്തില്ല. അതും അഴിമതിയല്ല, ക്രമക്കേടല്ല, ബാങ്കിന് നഷ്ടം വരുത്തില്ല. മറ്റൊന്ന് 25-30 വർഷമായി ബാങ്കിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന സീപ്രമാർ ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്ത ശമ്പളം അത് ഈ ഭരണസമിതിയില്ല. വർഷങ്ങളായി വാച്ച്മാൻ, ബാങ്കിന് ആകെ ഒരു വാച്ച്മാനാണ് സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്. 5 ബ്രാഞ്ചുകളുണ്ട്. ഈ 5 ബ്രാഞ്ചുകളിൽ ബാങ്കിന്റെ സുരക്ഷയ്ക്ക് വെച്ച താൽക്കാലിക വാച്ച്മാൻമാരെ കൊടുത്ത ശമ്പളം, മറ്റ് സമയത്ത് ക്ലാസിഫിക്കേഷൻ നടത്താതെ ജീവനക്കാരെ അധികം വാങ്ങിയ ശമ്പളം ആണ് ജീവനക്കാർ കൊടുക്കാണ്ട് കാരണം. ഈ 4 ഹെഡല്ലാതെ ബാങ്കിൽ ഏതെങ്കിലും ഭരണസമിതി അംഗമോ ജീവനക്കാരോ സാമ്പത്തിക ക്രമക്കേട് നടത്തി അഴിമതി കഴിച്ചു എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ടിൽ ഒരു സൂചന മനസ്സിലാക്കി. കോടികൾ കരുവന്നൂർ ബാങ്ക് എന്നൊക്കെ പറയണ്ടല്ലോ, എന്താണ് അഴിമതി കാണിച്ച റിപ്പോർട്ടിലൂടെ ഒരു സഹകരണ അത് അരിയൂർ ബാങ്കിലും മാത്രമല്ല എല്ലാ ബാങ്കിലും കുടിശ്ശിക നിവാരണ കാലഘട്ടത്തിൽ പലിശകൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ മാത്രം വേട്ടയാടാം, ഞങ്ങളെ മാത്രം പേരിൽ അന്വേഷണം, ഞങ്ങളെ പേരിൽ മാത്രം സർചാർജ് എന്നിട്ട് അതിന്റെ പുറത്ത് ഞങ്ങളെ വലിയ വലിയ അഴിമതി ബാങ്കിൽ നടത്തുന്നവർക്ക് അഴിമതി നടന്നെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയണം ചെയ്തുന്നില്ലത്. ഞങ്ങൾ അവിടെ എന്തെങ്കിലും ഭൂമി കച്ചവടം നടത്തിക്കണം, ഞങ്ങൾ ഏതെങ്കിലും ബിൽഡിങ്ങിൽ പണി എടുത്തുക്കണോ, ബാക്കി രൂപ ചെയ്തുക്കണോ? സാധാരണ കൊടുത്ത പലിശകളുടെ പേരിലാണ് ഒരു ബാങ്കിനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്. CPM ഭരിക്കുന്ന റൂറൽ, കുമരംപുത്തൂർ, അലനല്ലൂർ സഹകരണ ബാങ്കുകൾ, കാർഷിക വികസന ബാങ്ക് എന്നിവിടങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകളും പൊതുസമൂഹത്തിന്റെ മുൻപിൽ തുറന്നു കാണിക്കും. അരിയൂർ ബാങ്കിലേക്ക് CPM മാർച്ച് നടത്തിയാൽ അതേ രീതിയിൽ CPMന്റെ ബാങ്കുകളിലേക്കും UDF മാർച്ച് നടത്തും. അരിയൂർ ബാങ്കിലെ നിക്ഷേപകരെ സഹായിക്കാൻ CPM ആരംഭിക്കുന്ന ഹെൽപ്പ് ഡെസ്കിലെ ആദ്യത്തെ പരാതി യൂണിവേഴ്സൽ കോളേജിന് നൽകിയ തുക തിരിച്ചു കിട്ടാൻ സഹായിക്കണമെന്ന് കാണിച്ച് തങ്ങൾ നൽകുന്ന പരാതിയായിരിക്കുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് പറഞ്ഞു. അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് നല്ല രീതിയിൽ സാമ്പത്തികമായി ലാഭം ഉണ്ടാകുന്ന രീതിയിൽ അന്ന് അഡ്വക്കേറ്റ് TS സിദ്ദീഖ് പ്രസിഡന്റ് ആയ സമയത്ത് സൗഹാർദ്ദത്തിന്റെ മുകളിൽ പരസ്പരം ബാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിപ്പോസിറ്റ് സ്വീകരിക്കലും അതുപോലൊക്കെ ഉണ്ടാവും. അങ്ങനെ അന്ന് 70 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് സ്വീകരിച്ച് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ കുപ്രചരണം നടത്തി ബാങ്കിനെ ഒരു പ്രത്യേക രീതിയിലേക്ക് ഡിപ്പോസിറ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കി തീർത്ത ഈ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങൾ അരിയൂർ സർവീസ് സഹകരണത്തിൽ കുറച്ച് ഇടപാടുകാർക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം 10-40 കോടി ഒറ്റയടിക്ക് ഈ സമൂഹ മാധ്യമങ്ങളിൽ ദുഷ്പ്രചരണം നടത്തിയതിൻ്റെ ഫലമായി ഇടപാടുകാരിലുണ്ടായ സംശയത്തിന്റെ ഫലമായിട്ടാണ് പെട്ടെന്ന് 40 കോടി പിൻവലിച്ചത്. ആ 40 കോടി പിൻവലിച്ചപ്പോൾ സാമ്പത്തികമായിട്ട് ചെറിയൊരു പ്രയാസം അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടായ സമയത്ത് യൂണിവേഴ്സൽ കോളേജിൽ നിക്ഷേപിച്ച 70 ലക്ഷം രൂപ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ കോട്ടപ്പാടൻ ലോക്കൽ സെക്രട്ടറിയാണ് അന്ന് അതിന്റെ സെക്രട്ടറി. ആ സെക്രട്ടറിയുടെ അടുത്ത് മനോജ് ആ സെക്രട്ടറിയുടെ അടുത്ത് പലതവണ ഈ പ്രസിഡന്റും അതുപോലെ തന്നെ ഡയറക്ടറായിട്ടുള്ള ഹമീദ് അടക്കമുള്ള പലതവണ കയറി ഇറങ്ങിയ ഞങ്ങളത് സഹായിക്കണം, ഞങ്ങളുടെ പൈസ തിരിച്ചു തരണമെന്ന് പലതവണ കയറി ഇറങ്ങിയിട്ടും ഇന്നേ വരെ പൈസ തിരിച്ചു തന്നിട്ടില്ല. അരിയൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഇടപാടുകാർക്ക് തിരിച്ചു കൊടുക്കുന്ന ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആദ്യം ഈ 70 ലക്ഷം തന്നാൽ ഞങ്ങൾക്ക് കുറച്ചൊരു ആശ്വാസമായി CPMനോട് പറയാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ അഴിമതി നിങ്ങൾക്കറിയാലോ. ഡയറക്ടർ ബോർഡിൽ തമ്മിൽ കയ്യാങ്കളി നടന്നതും അവിടെ അപ്രത്യക്ഷമായതും ജീവനക്കാരന് അപ്രത്യക്ഷമായതൊക്കെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ബാങ്കിലെ CPM വെച്ച അന്വേഷണ കമ്മീഷൻ CPM വെച്ച അന്വേഷണ കമ്മീഷനാണ്.
കാരണം കോടതിയും അതുപോലെ തന്നെ വകുപ്പൊക്കെ അവരുടെ കയ്യിലാണ്. ആ CPM വെച്ച അന്വേഷണ കമ്മീഷനിൽ മുൻ ഭരണസമിതി 45 ലക്ഷം രൂപ നിലവിൽ വണ്ടി ഉണ്ടായിരിക്കെ, അവിടെ ബാങ്കിന്റെ അഗ്രികൾച്ചർ സർവീസ് സഹകരണ ബാങ്കിന് വണ്ടി ഉണ്ടായിരിക്കെ സ്വന്തം വണ്ടി വാടകയ്ക്കായിട്ട് എഴുതിയെടുത്ത് 45 ലക്ഷം രൂപ അനധികൃതമായി എഴുതിയെടുത്തു എന്ന് പറഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. അപ്പൊ അതില് ഓഡിറ്റ് റിപ്പോർട്ട് ഇവര് കണ്ടെത്തിയാണ്, CPMന്റെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയെന്നത് നാട്ടിൽ പാട്ടാണ്. CPMകാരനെ നമ്മളോട് പറയുന്നുണ്ട്. അരിയൂർ ബാങ്ക് പ്രസിഡന്റ് പാറശ്ശേരി ഹസൻ, നേതാക്കളായ ഒ ചേക്കു, എ അസൈനാർ, ഉമ്മർ മനച്ചിത്തൊടി, MP ഹമീദ്, ചെറുമലയിൽ അസീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 84% പോളിംഗ്. വോട്ടെണ്ണൽ ബുധനാഴ്ച രാവിലെ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കും. ഇടതുമുന്നണി ഭരിക്കുന്ന തച്ചമ്പാറ 4-ാം വാർഡ് കോഴിയോടാണ് ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. 1152 വോട്ടർമാരുള്ള വാർഡിൽ 976 പേർ വോട്ട് ചെയ്തു. വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനും 7 വീതം സീറ്റാണെന്നിരിക്കെ ഇരുമുന്നണിക്കും വോട്ടെടുപ്പ് നിർണായകമാണ്. 84% പോളിംഗ് രേഖപ്പെടുത്തിയതോടെ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. വോട്ടെണ്ണൽ ബുധനാഴ്ച രാവിലെ പഞ്ചായത്ത് ഹാളിൽ നടക്കും. 4-ാം വാർഡ് CPI അംഗം ജോർജ് തച്ചമ്പാറ രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ്. പെരിന്തൽമണ്ണ അമ്മിനിക്കാട് പോത്തിനെ കടിച്ചു കൊന്ന സ്ഥലത്ത് വീണ്ടും അജ്ഞാത ജീവിയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ ഈ ഭാഗത്ത് ക്യാമറ സ്ഥാപിച്ചു. പുലിയാകാനുള്ള സാധ്യത ഉള്ളതിനാലാണ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചത്. പ്രദേശത്തുകാരോട് ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശവും നൽകി. അമ്മിനിക്കാട് കൊടികുത്തിമല ഭാഗത്ത് കോലഞ്ചേരി റിനോജിന്റെ പോത്തിനെ കഴിഞ്ഞ ഞായറാഴ്ച അജ്ഞാത ജീവി കടിച്ചുകൊന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതേ ഭാഗത്ത് വീണ്ടും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപാദത്തിന്റെ അടയാളം കണ്ടെത്തി. തുടർന്ന് വനപാലകരെത്തി ഈ ഭാഗത്ത് ക്യാമറ സ്ഥാപിച്ചു. നിലമ്പൂർ അമരമ്പലം സൗത്ത് ഫോറസ്റ്റ് SFO രഞ്ജിത്ത്, BFO സജീഷ്, വാച്ചർമാരായ ഉണ്ണികൃഷ്ണൻ, നസീർ എന്നിവരുടെ സംഘമെത്തിയാണ് ക്യാമറ സ്ഥാപിച്ചത്. പെരിന്തൽമണ്ണ സ്റ്റേഷൻ ട്രോമ കെയർ യൂണിറ്റ് ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലിയുടെ നേതൃത്വത്തിലുള്ള സംഘവും എത്തിയിരുന്നു. പ്രദേശത്തുകാരോട് ജാഗ്രത പാലിക്കാൻ ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെറുപ്പശ്ശേരിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മാല പൊട്ടിക്കൽ ശ്രമവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 18-കാരനായ യുവാവാണ് പിടിയിലായത്. ചെറുപ്പശ്ശേരിയിൽ കഴിഞ്ഞ ദിവസമാണ് 2 സ്ത്രീകളുടെ മാല പൊട്ടിക്കാൻ ശ്രമം നടന്നത്. എരുമക്കുഴി ബേബി, തെക്കുമുറി പടിഞ്ഞാറതിൽ വനജ എന്നിവരുടെ മാലയാണ് സ്കൂട്ടിയിലെത്തിയ യുവാവ് പിടിച്ചുപറിക്കാൻ ശ്രമിച്ചത്. എന്നാൽ യുവാവിന് മാല കയ്യിൽ കിട്ടിയില്ല. സംഭവത്തിൽ പോലീസിൽ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. നെല്ലായ മാരായമംഗലം വളയംമൂച്ചി അങ്ങേക്കര വീട്ടിൽ 18 വയസ്സുള്ള സെയ്തൽവിയാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവിനെ തിരിച്ചറിഞ്ഞത്. ജീവിത സായന്തനത്തിൽ ദുരിതം പേറി പുലാപ്പറ്റ ഉമ്മനടി ചെമ്പത്ത് വീട്ടിൽ പത്മാവതി അമ്മ. അസുഖം ബാധിച്ച് ഒരു കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട 86-കാരിയായ പത്മാവതി അമ്മ നിരങ്ങിയാണ് ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യുന്നത്. വാർദ്ധക്യത്തിൽ ആകെ കൂടെയുള്ളത് 82-കാരിയായ സഹോദരി മാത്രം. കഷ്ടപ്പാടിന് പുറമെ വീടിന് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസും വന്നിരിക്കുകയാണിപ്പോൾ. ജീവിത സായന്തനത്തിൽ ദുരിതം പേറി കഴിയുകയാണ് 86-കാരിയായ പുലാപ്പറ്റ ഉമ്മനഴി ചെമ്പത്ത് വീട്ടിൽ പത്മാവതി അമ്മ. അസുഖം ബാധിച്ച് ഒരു കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട ഇവർ നിരങ്ങി നീങ്ങിയാണ് ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യുന്നത്. കൂട്ടായുള്ളത് 82-കാരിയായ സഹോദരി മാത്രം. അയൽവാസികളും ബന്ധുക്കളുമാണ് ഇവർക്ക് വേണ്ട ഭക്ഷണം പോലും ഇപ്പോൾ എത്തിച്ചു നൽകുന്നത്. തളർന്നുപോയ കാൽ മുറിച്ചു മാറ്റാൻ ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിലും സാധിച്ചിട്ടില്ല. ഈ കഷ്ടപ്പാടിന് പുറമെയാണ് ഇപ്പോൾ ബാങ്കിൻ്റെ ജപ്തി ഭീഷണി. ബാങ്കിൽ നിന്ന് വായ്പയെടുത്താണ് ചികിത്സ നടത്തിയിരുന്നത്. ചികിത്സയ്ക്ക് പണം തികയാതെ വന്നപ്പോൾ കൈവശമുണ്ടായിരുന്ന സ്ഥലങ്ങൾ വിറ്റഴിച്ചു. ശേഷിച്ച 5 സെന്റ് സ്ഥലത്തുള്ള വീഴാറായ വീട്ടിൽ താമസിക്കുന്നതിനിടയിലാണ് 2015 പുലാപ്പറ്റ അർബൻ ബാങ്കിൽ നിന്ന് 70,000 രൂപ വായ്പയെടുക്കുന്നത്. 15,000 രൂപ തിരിച്ചടച്ചു. പിന്നീട് തിരിച്ചടവ് മുടങ്ങിയതോടെ പലിശ സഹിതം 1.5 ലക്ഷത്തോളം രൂപ തിരിച്ചടയ്ക്കാൻ നോട്ടീസ് അയച്ചു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ പരാതിയിൽ പലിശ ഒഴിവാക്കി 70,000 രൂപ വീണ്ടും അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാങ്കിലെ കടം തീർക്കണം, പക്ഷേ പണമില്ല. ജപ്തി നടപടിയിലേക്ക് പോയാൽ എന്തു ചെയ്യും? ഉത്തരം കിട്ടാതെ വിഷമിക്കുകയാണ് പത്മാവതി അമ്മയും സഹോദരിയും. തനിക്ക് ഉണ്ടായത് തന്നെയാണ്, അല്ലാണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കാലങ്ങളായി ഇത് മുഴുവനും വിറ്റത് ഞാനാ.
കൂലിപ്പണി എടുത്തിട്ട് കുറേശ്ശെ കാശ് കൊണ്ട് കൊടുത്തിട്ട് വാങ്ങി കേൾക്കണം. അല്ലാണ്ട് ഗവൺമെൻറ്റുകാർ തന്നിട്ടില്ല. ഇപ്പം അതൊക്കെ വിറ്റിട്ട് ചികിത്സിച്ചു. പിന്നെ ആദ്യം പിന്നെ ഇത് പണയം വയ്ക്കട്ടും വന്നു. അതാണ് കാര്യങ്ങളുണ്ടായത് സംഭവം. എന്നിട്ടിപ്പോൾ ഞാൻ ബാക്കിയായി. കാലിന് തന്നെ വന്നതാണ്, അല്ലാണ്ടൊന്നും പറ്റിയതല്ലേ. കയ്യൊക്കെയും ധരിച്ചിരുന്നു. കുറച്ചൊക്കെ അയച്ചു, കുറേ അയച്ചു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. കുറേ കാലമായി തൂക്കെടുത്ത് ഇറങ്ങിയിട്ട് പിന്നെ മരുന്നിന് ഒരു കാശ് വേണം അവൾക്ക്. അതുകൊണ്ട് കുറേ ആശുപത്രിയിൽ പോയാൽ മാസക്കണക്കിൽ കിടക്കും വേണം. ലോൺ എടുത്തുന്നിട്ട് അത് നോക്കാൻ കാശില്ലാത്ത കാരണം ലോൺ എടുത്തു. 70,000 റുപ്യ കടമാണ് അർബൻ ബാങ്കിൽ. തന്നിട്ട് കഴിയണം, ആരെങ്കിലും അതുക്കൾ കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കണം. നല്ല മനസ്സുള്ളവർ കൊണ്ടുവന്ന് തരുന്നു, അതുകൊണ്ട് ജീവിക്കണം. കറണ്ട് ബില്ല് വേണം. സന്മനസ്സുള്ള ആരുടെയെങ്കിലും സഹായം മാത്രമാണ് ഇനി ഇവരുടെ പ്രതീക്ഷ. വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ അതിനായി കൈകൂപ്പുകയാണ് ഈ സഹോദരിമാർ. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ മണ്ണാർക്കാട് ടൗണിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ സംസ്ഥാന കമ്മിറ്റി മെമ്പർ കെ രാധാദേവി ഉദ്ഘാടനം ചെയ്തു. 2024 ജൂലൈ 1 മുതലുള്ള ശമ്പളവും പെൻഷനും പരിഷ്കരിക്കുക, മുൻ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 4ാം ഗഡു ഉടൻ അനുവദിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക ഗഡുക്കളായി നൽകുക, മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബ്ലോക്ക് കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചത്. നിരന്തര സമരത്തിലൂടെ സർക്കാരിനെ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കുക എന്നതാണ് നമ്മുടെ നയമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച കെ രാധാദേവി പറഞ്ഞു. വെറും 9 മാസത്തെ കുടിശ്ശിക ലഭിച്ചുകൊണ്ട് നമ്മൾ 25 മാസത്തെ കുടിശ്ശിക കിട്ടാതെ പോയി. നമ്മൾ അടിയറവ് പറഞ്ഞിട്ടുണ്ട്. അടിയറവല്ല, ഒരു സമര വിജയം തന്നെയാണ്. എന്നാലും അങ്ങനെ നമുക്ക് മുഴുവൻ കിട്ടാതെ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അവരുടെ ആരോഗ്യ പ്രശ്നം കാരണം. ഇന്ന് അതുമല്ല സ്ഥിതി. അത് 92-ലായിരുന്നു. 32 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മളുടെ അന്നത്തെ 80 വയസ്സായ ഒരു കാരണവന്മാരുടെ ആരോഗ്യസ്ഥിതി ഇന്നത്തെ 80 വയസ്സായവർക്ക് അല്ലെങ്കിൽ 56 വയസ്സായവർക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെയുള്ള ഒരു സമരമാർഗം എന്ന് പറയുന്നത് ഈ ധർണ അല്ലെങ്കിൽ ഈ പ്രതിഷേധ പ്രകടനം. അതിലൂടെ സർക്കാരിനെ നമ്മളുടെ ആവശ്യങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ബ്ലോക്ക് പ്രസിഡന്റ് PKC നായർ അധ്യക്ഷത വഹിച്ചു. MV കൃഷ്ണൻകുട്ടി, TS രവീന്ദ്രൻ, K മോഹൻദാസ്, K അംബുജാക്ഷി, ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധാവശ്യങ്ങൾ ഉന്നയിച്ച് KSSPU ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. പ്രകടനവുമായി എത്തിയാണ് പ്രവർത്തകർ ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധിച്ചത്. KSSPU സിന്ദാബാദ്. KSSPU സിന്ദാബാദ്. ജൂലൈ മുതലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണത്തിലുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക, 2019 പ്രാബല്യത്തിൽ നടപ്പാക്കിയ പെൻഷൻ പരിഷ്കരണത്തിലെ കുടിശ്ശികയുടെ 4ാം ഗഡു അനുവദിക്കുക, 2019-2020 വർഷങ്ങളിലെ ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത്. ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ ധർണ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് പല യൂണിറ്റ് സെക്രട്ടറിമാരും പറയാറുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരു സാമ്പത്തിക ആനുകൂല്യത്തിന് വേണ്ടി പെൻഷൻകാരെ സമീപിച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശ് ഉണ്ട്. അതിലവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലിരിക്കുന്നവർക്ക് സാമ്പത്തികമായി വർധനവ് വേണം എന്നാഗ്രഹിക്കുന്നു. അത് അവർ മാത്രമല്ല, നമ്മളെല്ലാവരും വേണം. അതിനപ്പുറം ഇവിടെ ആദ്യമായി നമുക്ക് അനുവദിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ബ്ലോക്ക് പ്രസിഡന്റ് E. സൂര്യനാരായണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി K. രാജഗോപാലൻ, ശ്രീകൃഷ്ണപുരം യൂണിറ്റ് സെക്രട്ടറി M. മോഹനകുമാരൻ, ജില്ലാ കമ്മിറ്റി അംഗം P. K. വിജയകൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M. സാവിത്രി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K. വാസുദേവൻ എന്നിവർ സംസാരിച്ചു.
വല്ലപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് OP ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഈവനിംഗ് OPയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദീർഘനാളത്തെ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി മരുന്നും അനുബന്ധ കാര്യങ്ങൾക്കുമായി 20 ലക്ഷത്തോളം രൂപ വകയിരുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് OP ആരംഭിച്ചതെന്ന് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. എന്നാൽ പലതരത്തിലുള്ള സാങ്കേതിക തടസ്സം ഇത്തരത്തിൽ ഒരു ഈവനിംഗ് OP സംവിധാനം നമുക്ക് കൊണ്ടുവരുന്നതിന് നിലനിന്നിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലൊരു സംവിധാനം സ്വന്തം നിലക്ക് ചെയ്യാം എന്നുള്ളൊരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് 2022 ശേഷം നമ്മൾ ആലോചിക്കുകയുണ്ടായത്. ഭരണസമിതിയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം ഏകദേശം 10 ലക്ഷം രൂപയോളം തന്നെ നമ്മൾ ഈ ഒരു ഈവനിംഗ് OP സംവിധാനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നു. അതിൽ നമ്മൾ താരതമ്യേന കുറച്ച് സമയം വൈകി. നമ്മൾ മാർച്ചിന് ശേഷം തന്നെ നമ്മൾ ആരംഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം നമ്മൾ ഈ അപ്പോയിന്റ്മെന്റുകൾ ഏത് തരത്തിൽ എടുക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള ആശങ്കകളും കുറച്ച് പ്രയാസങ്ങളും അതിലുണ്ടായിരുന്നു. അങ്ങനെ DMOയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ തന്നെ ലിസ്റ്റ് ആദ്യം DMO തലത്തിലുണ്ട് എന്നുള്ളതായിരുന്നു നമുക്ക്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം രാധ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ അശ്വതി പുരുഷോത്തം, ഡോക്ടർ ഹീര, ഡോക്ടർ ആഷിഖ്, മെമ്പർമാരായ ബിന്ദു സന്തോഷ്, ഹരിഗോവിന്ദൻ, സാലിമ സിദ്ദിഖ്, നുസൈബ മുത്തുഖാസ്, HMC മെമ്പർമാരായ അഷ്റഫ് അലി, മണികണ്ഠൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാമദാസ്, രാമൻകുട്ടി, ജയച്ചൈമാരായ സിജിത്ത്, പ്രിയദാസ്, ഗീതാദേവി, അഖിലേഷ്, ബീന പോൾ, ഫാർമസിസ്റ്റ് സൈനുദ്ദീൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. ഈവനിംഗ് OPയുടെ നടത്തിപ്പിനായി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും നിയമിച്ചിട്ടുണ്ട്. ഇതോടെ വൈകിട്ട് 5 മണിവരെ ഡോക്ടറുടെ സേവനം ലഭ്യമാകും. പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും മനസ്സിന് കുളിർമയേകിയൊരു ഉല്ലാസയാത്ര. യാത്ര നടത്തിയത് ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്തായ തച്ചനാട്ടുകര. നേതൃത്വം നൽകിയത് പഞ്ചായത്തിന്റെ ഭിന്നശേഷിക്കാരനായ അധ്യക്ഷൻ KPM സലീം. ചക്രകസേരയോ ഊന്നുവടിയോ ഇല്ലാതെ ചലിക്കാൻ കഴിയാത്തവർ, പരസഹായമുണ്ടെങ്കിൽ മാത്രം പുറം ലോകം കാണാൻ വിധിക്കപ്പെട്ടവർ. പുറം ലോകത്തെ മനോഹര കാഴ്ചകൾ അധികമൊന്നും നേരിൽ കണ്ട് ഇവർക്ക് പരിചയമില്ല. ഇവരുടെ മനസ്സ് നിറച്ചൊരു യാത്രയായിരുന്നു കഴിഞ്ഞ ദിവസം തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാരെയും കൂട്ടിയൊരു കൊച്ചി ട്രിപ്പ്. യാത്രയുടെ മുന്നിൽ ഭിന്നശേഷിക്കാരനായ പ്രസിഡന്റ് KPM സലീം എന്ന അവരുടെ സലീം മാഷ്. മാഷോടൊപ്പം അവർ കൊച്ചി മെട്രോയിലും ഉല്ലാസനൗകയിലും ലുലു മാളിലും കയറി. ഒപ്പം മറൈൻ ഡ്രൈവിലും ബീച്ചിലും കറങ്ങിയാണ് തിരികെ വീട്ടിലെത്തിയത്. 150 പേരാണ് സലീം മാഷോടൊപ്പം ഉണ്ടായിരുന്നത്. നേരിടുന്ന വെല്ലുവിളികൾ ഒരു നിമിഷത്തേക്കെങ്കിലും അവർക്ക് മറക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതാണ് ഈ യാത്രയുടെ ഉദ്ദേശമെന്ന് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. അവർക്ക് മനസ്സിന് ഇത്തിരിയെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം, ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ അല്പനേരത്തേക്കെങ്കിലും മറന്ന് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനുമുള്ള ഒരു മുഹൂർത്തം എന്ന രീതിയിലാണ് ചേർത്ത് പിടിച്ചുകൊണ്ട് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഉല്ലാസയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ സന്തോഷകരമായിട്ടായിരുന്നു ഓരോരുത്തരും അതിന് അനുഭവങ്ങൾ പങ്കുവച്ചത്. ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ആറ്റ BV, ഗ്രാമപഞ്ചായത്ത് അംഗം PT സഫിയ, ICDS സൂപ്പർവൈസർ K രമാദേവി, അംഗനവാടി ജീവനക്കാർ എന്നിവരും യാത്രയിൽ ഉണ്ടായിരുന്നു. ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപനങ്ങളിലെ മാലിന്യം ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ വേണമെന്ന് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ പട്ടാമ്പി താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം A സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രകടനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് പ്രകടനം തുടങ്ങിയത്. സമ്മേളനം നടക്കുന്ന വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ പ്രകടനം സമാപിച്ചു. തുടർന്ന് സ്വാഗത സംഘം രക്ഷാധികാരി CP രാധാകൃഷ്ണൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം A സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമ്മേളനം 68 സംഘടന രൂപീകരിച്ചെങ്കിലും ഈ സംഘടന പാലക്കാട് ജില്ല കോട്ടമൈതാനത്തിൽ വെച്ചിട്ടാണ് 1900 സമ്മേളനം നടത്തിയത്. ആ സമ്മേളനം നടത്തിയ കാലഘട്ടത്തിൽ 2012 വരെ
2 വർഷത്തിൽ ഒരിക്കലായിരുന്നു സമ്മേളനം നടക്കാൻ തീരുമാനിച്ചത്. അത് 2012 വാർഷിക സംസ്ഥാന സമ്മേളനത്തിന് 3 വർഷത്തിൽ സമ്മേളനം നടത്തിയാൽ മതി എന്ന് കാലോചിതമായി നമ്മുടെ സംഘടനാ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ച പ്രകാരമാണ് നടന്നത്. ആ സമ്മേളനം കേരളത്തിലെ നമ്മുടെ വലിപ്പം ആനയുടെ വലിപ്പം ആനയ്ക്ക് അറിയില്ല പറഞ്ഞ പോലെ നമ്മുടെ വലിപ്പം കേരളത്തിലെ 14 ജില്ലകളിലും ബ്ലോക്ക് യൂണിറ്റ് മുതൽ ബ്ലോക്ക് വരെ താലൂക്ക് വരെ ജില്ല വരെ സംസ്ഥാന സമ്മേളനം ഐക്യകണ്ഠമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ രീതിയിലേക്ക് ഇന്നും KSPA നേതൃത്വം കൊടുത്തു വരികയാണ്. താലൂക്ക് പ്രസിഡന്റ് വി മനോജ് അധ്യക്ഷനായി. KV സുനീഷ്, K രാമകൃഷ്ണൻ, V ഹരീഷ് കുമാർ, KV പ്രേമചന്ദ്രൻ, K ഉണ്ണികൃഷ്ണൻ, P സക്കീർ ഹസൈൻ, V സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ തെന്നിവിടുന്നത് പതിവാകുന്നു. കടമ്പഴിപ്പുറം പഞ്ചായത്ത് 9-ാം വാർഡ് തൃപ്പലമുണ്ട പുലാപ്പറ്റ റോഡാണ് തകർന്ന ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത്. പുലാപ്പറ്റ തൃപ്പലമുണ്ട പാറശ്ശേരി റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് വാഹനങ്ങൾക്ക് അപകടക്കെണിയാവുന്നത്. നിരവധി വാഹനങ്ങളാണ് ഇവിടെ തെന്നിവീണ് അപകടമുണ്ടാവുന്നത്. പുലാപ്പറ്റയിൽ നിന്നും തൃപ്പലമുണ്ട ഭാഗത്തേക്ക് കയറുന്ന ഭാഗത്താണ് കൂടുതലായും റോഡ് പൊളിഞ്ഞു കിടക്കുന്നത്. കല്ലുകൾ ഇളകി കാൽനടയ്ക്ക് പോലും യോഗ്യമല്ലാത്ത രീതിയിലാണ് റോഡ് കിടക്കുന്നത്. ഇറക്കവും വളവും തിരിഞ്ഞു വരുന്ന ഭാഗമായതിനാൽ ബ്രേക്ക് പിടിക്കുന്നതോടെ വാഹനങ്ങൾ തെന്നിപ്പോകുകയാണ്. എതിരെ വരുന്ന വാഹനത്തിന് ഒതുക്കി കൊടുക്കുന്ന വാഹനങ്ങൾ ഒരു വശത്തേക്ക് നീങ്ങിപ്പോയി അപകടമുണ്ടാവുന്നതും സ്ഥിരമാണ്. വർഷങ്ങളായി ഇതാണ് അവസ്ഥ. അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. റോഡ് വളരെ കാലങ്ങളായി ഇതേപോലെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ സ്ഥിരമായിട്ട് നമുക്കിവിടെ അപകടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതാണ്. നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഈ കല്ലുകളൊക്കെ ഭയങ്കരമായിട്ട് ഈ ഇരുചക്ര വാഹനങ്ങളൊക്കെ പോകുമ്പം അതിൽ നിന്ന് വീണിട്ടും അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഒരു നടപടി ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ല. പെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ചളിയും അതൊക്കെ ഭയങ്കര കെട്ടി നിൽക്കലും അങ്ങനെയൊക്കെയാണ് കൂടുതൽ പ്രശ്നം. ഇതേപോലെ ഈ കല്ലുകൾ നല്ലും ഇതായിട്ട് വണ്ടികളൊക്കെ പോകുമ്പം ഭയങ്കരമായിട്ട് തെന്നി വീഴുകയാണ്. ഇവിടെ തന്നെ ഒരു വളവാണ്, വലിയൊരു വളവാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന വണ്ടികൾക്ക് എതിരെ വരുന്ന വണ്ടികളെ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ അതിനെ വരണ്ട, അതിനെ ഭയങ്കര കുഴികളൊക്കെ അല്ലേ എന്ന് കരുതിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരാൻ നോക്കും. പക്ഷേ അതിനെ വരുമ്പോഴേക്ക് എതിരെ വരുന്ന വണ്ടി വരുമ്പം അവരങ്ങനെ വീഴുകയാണ്. ഷൊർണൂർ കുളപ്പുള്ളി അന്തിമഹാകാളൻ കാവിൽ ക്ഷേത്രക്കുളത്തിന് സമീപം നിർമ്മാണം പൂർത്തീകരിച്ച സംരക്ഷണ ഭിത്തിയുടെയും വിളക്കുമാടത്തിൻ്റെയും സമർപ്പണം ഡിസംബർ 13 നടക്കും. ഡിസംബർ 25 നടക്കുന്ന മണ്ഡല താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾക്കും 15 മുതൽ തുടക്കമാകും. ഡിസംബർ 13 തൃക്കാർത്തിക ദിവസത്തിലാണ് ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ ഭാഗത്ത് പുതുതായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെയും വിളക്കുമാടത്തിന്റെയും സമർപ്പണം നടക്കുന്നത്. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി കല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാട് സമർപ്പണം നടത്തും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി മുഖ്യാതിഥിയാകും. കവളപ്പാറ സ്വരൂപം പ്രകാശ് വർമ്മ, റിസീവർ അഡ്വക്കേറ്റ് മോഹൻകുമാർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളും ചടങ്ങിൽ സന്നിഹിതരാകുമെന്ന് കമ്മിറ്റി പ്രസിഡന്റ് P രാധാകൃഷ്ണൻ പറഞ്ഞു. 13 തൃക്കാർത്തിക ദിവസം നമ്മുടെ ക്ഷേത്രമായ ശ്രീ അന്തിമഹാകാളൻ കാവിലെ തൃക്കാർത്തിക വിപുലമായിട്ട് കൊണ്ടാടുന്നുണ്ട്. നമ്മൾ താലപ്പൊലി പോലെ തന്നെ അതിഗംഭീരമായിട്ടാണ് തൃക്കാർത്തിക കൊണ്ടാടുന്നത്. ഇപ്രാവശ്യത്തെ തൃക്കാർത്തികയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ഭക്തജനങ്ങളുടെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അവരുടെ എല്ലാവരും കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ക്ഷേത്രക്കുളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സംരക്ഷണ ഭിത്തിയും അതിലെ ഒരു വിളക്കുമാടവും സ്ഥാപിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു സമർപ്പണ ചടങ്ങ് നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷേത്രം തന്ത്രി കല്ലൂർ മനിക്കൽ ദേവദാസ് നമ്പൂതിരിപ്പാടാണ് നിർവഹിക്കുന്നത്. അതിഥികളായിട്ട് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ MR മുരളി, കവളപ്പാറ സ്വരൂപത്തിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ പ്രകാശ് വർമ്മ അദ്ദേഹം, അതേപോലെ തന്നെ നമ്മുടെ കൊട്ടാരം റിസീവർ മോഹൻകുമാർ എന്നിവരുടെ വിശിഷ്ട സാന്നിധ്യവും തദവസരത്തിൽ ഉണ്ടായിരിക്കും. എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഡിസംബർ 25 നടക്കുന്ന ഈ വർഷത്തെ മണ്ഡല താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വിശേഷാൽ പൂജകൾക്കും ആഘോഷ പരിപാടികൾക്കും 15 തുടക്കമാകും. താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കളമെഴുത്തുപാട്ട് ഡിസംബർ 1 മുതൽ ആരംഭിച്ചു. 15 മുതൽ വെളിച്ചപ്പാടിന്റെയും വാദ്യാഘോഷത്തിന്റെയും അകമ്പടിയോടെ പറയെടുപ്പ് ആരംഭിക്കും.
ഡിസംബർ 17 രാത്രി 7:30 സംഗീത കച്ചേരിയും, 18 നൃത്തനൃത്യങ്ങളും, 19 തിരുവാതിരക്കളിയും, 20 പ്രാദേശിക കലാപരിപാടികളും നൃത്താർച്ചനയും, 22 നൃത്തനൃത്യങ്ങളും നടക്കും. 23 സുധീർ മാടക്കത്ത് അവതരിപ്പിക്കുന്ന മാജിക് ഷോ നടക്കും. 24 തിരുവനന്തപുരം ജോസ്കോ ഫ്രണ്ട്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും തായമ്പകയും അരങ്ങേറും. ഡിസംബർ 25 താലപ്പൊലി വിപുലമായി ആഘോഷിക്കും. രാവിലെ ഗണപതി ഹോമത്തോടെ മഹോത്സവത്തിന് തുടക്കമാകും. വൈകിട്ട് 3:30 മുതൽ രാത്രി 8 വരെ ഘോഷയാത്രയോടെ നഗര ക്ഷേത്ര പ്രദക്ഷിണം നടക്കും. തിരുവമ്പാടി ചന്ദ്രശേഖരൻ അടക്കമുള്ള 3 ഗജവീരന്മാർ തിടമ്പേറ്റും. പഞ്ചവാദ്യകലയിലെ ചക്രവർത്തിമാർ ഉൾപ്പെടെ 60-ൽ പരം കലാകാരന്മാർ ഒന്നിച്ച് അണിനിരക്കുന്ന പഞ്ചവാദ്യം വൈകിട്ട് 4:30 മുതൽ 8 വരെ നടക്കും. രാത്രി 10:30 കല്ലൂർ ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പകയും അരങ്ങേറും. 26 കൂറ വലിക്കുന്നതോടെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. എല്ലാ നല്ലവരായ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നതായി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി പി. മുരളീധരൻ, ട്രഷറർ കെ. ജയശങ്കർ, എക്സിക്യൂട്ടീവ് അംഗം ടി. പി. ഗോപാലകൃഷ്ണൻ എന്നിവർ പറഞ്ഞു. ഇല്ലിവാളങ്കാവിലെ താലപ്പൊലി മഹോത്സവം ഡിസംബർ 25 10:10 കളപ്പാറ സ്വരൂപത്തിൻ്റെ കീഴിലുള്ള 4 അമ്പലങ്ങളിൽ ഒരു അമ്പലമാണിത്. ഇവിടെ മണ്ഡലം 41 ദിവസമാണ് ചുറ്റുവിളക്ക് നിറമാല. അതിനോട് ബന്ധപ്പെട്ടിട്ട് താലപ്പൊലി സമയത്ത് നടത്തി വരുന്ന കളമേടിപ്പാട്ടും ഇവിടുത്തെ താലപ്പൊലി മഹോത്സവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. തുലാമാസം 30 തുടങ്ങി ധനു 10 അവസാനിക്കുന്ന താലപ്പൊലി മഹോത്സവം ഏകദേശം 41 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. താലപ്പൊലി മഹോത്സവം എല്ലാ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും വളരെയധികം ഗംഭീരമായിട്ടാണ് കൊണ്ടാടുന്നത്. ഏകദേശം ഡിസംബർ 16 ആരംഭിക്കുന്ന സ്റ്റേജ് പരിപാടി, അതിൻ്റെ സമാപനം ധനുമാസം 10 ഡിസംബർ 25 അവസാനിക്കുന്നു. അതിനോട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജോസ്കോൻ്റെ ഗാനമേളയും അതുപോലെ മാജിക് ഷോ 23 മാജിക് ഷോയും 24 ജോസ്കോ തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന ഗാനമേളയും താലപ്പൊലി മഹോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ്. അതുപോലെ തന്നെ പകല് പഞ്ചവായത്തിന് കേരളത്തിലെ 50-ൽ പരം പ്രഗത്ഭരായ ചെർപ്പളശ്ശേരി ശിവേട്ടനും കോങ്ങാട് മധുവും ഉൾപ്പെടുന്ന 50-ൽ പരം പ്രശസ്ത വാദ്യ കലാകാരന്മാരെ അണിനിരത്തി മേജർ സെറ്റ് പഞ്ചവാദ്യം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഇപ്രാവശ്യം നമ്മുടെ താലപ്പൊലി മഹോത്സവത്തിന് തിടമ്പേറ്റുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്. അതുപോലെ തന്നെ പകൽ പരിപാടി, മറ്റ് പൂതൻ തിറ, മറ്റ് ക്ഷേത്ര കലകൾ ഉൾപ്പെടെ വിവിധ വാദ്യഘോഷങ്ങളുടെ പരിപാടിയായി വളരെ ഭംഗിയായി ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് മുഴുവൻ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും മഹനീയ സാന്നിധ്യവും ഉണ്ടാവണമെന്നുകൂടി ഈ വേളയിൽ അഭ്യർത്ഥിക്കുക. വഴിയരികിൽ നിന്നും വീണ് കിട്ടിയ 16,000 രൂപ അടങ്ങിയ പേഴ്സ് ഉടമസ്ഥന് തിരിച്ചു നൽകി മാതൃകയായി ഓട്ടോ ഡ്രൈവർ. ചെർപ്പളശ്ശേരി 26 മൈൽ സ്വദേശി മുഹമ്മദ് ബഷീറാണ് സത്യസന്ധതയുടെ മാതൃകയായി മാറിയത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിസരത്ത് നിന്നും യാത്രക്കാരുമായി പോകുമ്പോഴാണ് ചെർപ്പളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു പേഴ്സ് വീണുകിടക്കുന്നത് ബഷീറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. യാത്രക്കാരെ ഇറക്കി തിരിച്ചു വരുമ്പോഴും ഇതേ പേഴ്സ് വഴിയിൽ കിടക്കുന്നത് കണ്ടപ്പോഴാണ് ബഷീർ എടുത്തു നോക്കിയത്. 16,000-ഓളം രൂപയും ATM കാർഡുകൾ ഉൾപ്പെടെയുള്ള രേഖകളും പേഴ്സിലുണ്ടായിരുന്നു. പേഴ്സിലെ ആധാർ കാർഡിൽ നിന്നും തൂത വീട്ടിക്കാട് സ്വദേശിയുടേതാണ് പേഴ്സെന്ന് മനസ്സിലായെങ്കിലും ബന്ധപ്പെടാൻ മൊബൈൽ നമ്പറും മറ്റും ഇല്ലായിരുന്നു. ഉടൻ തന്നെ ചെർപ്പളശ്ശേരി പോലീസിൽ വിവരമറിയിക്കുകയും ഉടമസ്ഥനെ കണ്ടെത്തി പേഴ്സ് തിരിച്ചേൽപ്പിക്കുകയുമായിരുന്നു. 25 വർഷമായി ചെർപ്പളശ്ശേരിയിൽ ഓട്ടോ ഓടിക്കുന്നയാളാണ് 26 മൈൽ സ്വദേശി കൊപ്പം വീട്ടിൽ മുഹമ്മദ് ബഷീർ. 2 പെൺമക്കളടങ്ങുന്ന കുടുംബത്തെ ഓട്ടോ ഓടിച്ചാണ് പൊതുപ്രവർത്തകൻ കൂടിയായ ബഷീർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും കാപട്യങ്ങളുടെ ലോകത്ത് സത്യസന്ധതയുടെ വേറിട്ട മാതൃകയായി മാറിയിരിക്കുകയാണ് ചെർപ്പളശ്ശേരിയിലെ ഈ ഓട്ടോ ഡ്രൈവർ. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് ഒരു ഓട്ടം പോവുകയാണ്. എൻ്റെ സ്ത്രീകളുമായിട്ടാണ്. അപ്പോൾ ആ ഓട്ടം പോകുമ്പോൾ ഞാൻ പോണ വഴിക്ക് തന്നെ ശാന്തകുമാരൻ ഡോക്ടർ അവിടേക്ക് ആ ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് നടു റോട്ടിൽ ഈ പേഴ്സ്. ഏകദേശം അത് മണ്ണിൽ പുതഞ്ഞ പോലെയാണ് സാധനം കിടക്കുന്നത്. അങ്ങനെ പോയിട്ട് ഞാനത് ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലാണ് ഈ ആളുകളെ ഇറക്കുന്നത്. ആളുകളെ ഇറക്കി തിരിച്ചു വരുമ്പോൾ വീണ്ടും ഇത് അവിടെ തന്നെ കിടക്കണുണ്ട്. കാരണം അത് ഈ മണ്ണ് പോയഞ്ഞ് കിടക്കൊണ്ട് ചിലപ്പോൾ പഴയതാണെന്ന് വിചാരിച്ച് ആരും എടുത്തിട്ടുണ്ടാവില്ല. അപ്പം ഞാനങ്ങനെ അത് എടുത്ത് നോക്കുമ്പോൾ അതിൽ പൈസയാണ്, ഈ പറഞ്ഞ പോലെ പൈസയാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു. ആ ഓട്ടം കഴിയുമ്പോഴൊക്കെ ഒരു 5 മണിയോളമായി. ഞാനൊരു ഓട്ടോ ഡ്രൈവർ മാത്രമല്ല, ഞാനൊരു പൊതുപ്രവർത്തനം കൂടിയാണ്. ഞാൻ 26 മൈൽ ശാഖൻ്റെ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അതേപോലെ ഇവിടെ ഈ STUവിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, ഡ്രൈവേഴ്സ് യൂണിയൻ്റെ. അപ്പോൾ തന്നെ ഞാൻ KK അസീസ് കാർഡ് വിളിച്ചു ചോദിച്ചു നമ്മളെ നേതാവിൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് നമ്മൾ അതിൽ അഡ്രസ്സ് ഉണ്ട്,
അതായത് ATM കാർഡുകൾ ഈ ഒരു 16,000 രൂപയോളം ഉണ്ട്. ATM കാർഡ് ഉണ്ട്, 1, 2, 3 ATM കാർഡുകളുണ്ട്. പിന്നെ ആധാർ കാർഡ് ഉണ്ട്. പക്ഷേ ആധാറിൽ മൊബൈൽ നമ്പർ ഇല്ല, അതിൽ പിന്നെ അഡ്രസ്സും കാര്യങ്ങളും ഉള്ളൂ. അപ്പം ഞാൻ അസീസ് കാർഡ് ചോദിച്ചു, ഇങ്ങനെ അതിൽ ഈ അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ തേടി പിടിച്ച് കൊടുക്കുന്നതാണോ അത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഇത് ഹാജരാക്കുന്നതാണോ നല്ലത് ചോദിച്ചു. അപ്പോൾ അസീസ്ക പറഞ്ഞു അത് നമ്മൾ സ്റ്റേഷനിൽ കൊടുക്കുക, പിന്നെ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതുമായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കൊടുത്തത്. ഉടമസ്ഥൻ വീട്ടിക്കാടുള്ളൊരു പയ്യനാണ്. എന്താ അവൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. കണ്ടു, ഞാൻ തന്നെയാണ് അതിന് കൈമാറിയത്. അല്ല, അത് നമുക്ക് മറ്റൊരാളുടെ ഇത് നമുക്ക് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അത് എത്തേണ്ട ആളുകളിൽ തന്നെ എത്തണം. അപ്പോൾ നമ്മളത് തിരിച്ചു കൊടുക്കുമ്പോൾ അയാളുടെ മുഖത്ത് കണ്ട പുഞ്ചിരി ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരിതാണ്. കാരണം നമ്മളിപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ആവാൻ പോകണില്ല. ഇത് എല്ലാവരും അതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സംരംഭകത്വ മേഖലയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ശില്പശാലകൾക്കു പകരം അവരിലേക്ക് ചെന്നുള്ള ബോധവൽക്കരണമാണ് വേണ്ടതെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ നടന്ന സംരംഭകത്വ പൊതു ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 4 വർഷവും ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടന്ന ബോധവൽക്കരണ ശില്പശാലയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സഹകരിച്ച് സംരംഭകത്വം തുടങ്ങാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് നേരിട്ടുള്ള ബോധവൽക്കരണമാണ് വേണ്ടതെന്ന് KPM സലീം പറഞ്ഞു. ഇത്തരം ശില്പശാല സംഘടിപ്പിച്ച് അതിലൂടെ വരുന്നതിന് പകരം ആളുകളിലേക്ക് പോയി അവരെ സംഘടിപ്പിച്ച് അവരുടെ വ്യവസായ സംരംഭകരാക്കി മാറ്റി അതിലൂടെ വലിയൊരു പൊതുബോധത്തിലേക്ക് അല്ലെങ്കിൽ ഉപബോധത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോകണം എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2-3 ശില്പശാല സംഘടിപ്പിച്ചുള്ള ആളുകളുടെ അഭാവത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം AK വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം PT സഫിയ, മണ്ണാർക്കാട് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ P മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. സംരംഭം തുടങ്ങുന്നതിനാവശ്യമായ ലൈസൻസ്, ലോൺ സബ്സിഡി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ശില്പശാലയിൽ ക്ലാസ് ഉണ്ടായത്. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പ്, ജില്ലാ വ്യവസായ കേന്ദ്രം, താലൂക്ക് വ്യവസായ ഓഫീസ് തുടങ്ങിയ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികൾക്കായി കായികമേള സംഘടിപ്പിച്ചു. വെള്ളുവങ്ങാട് ടർഫിൽ നടന്ന മേള പ്രസിഡന്റ് TC രമീഷ ഉദ്ഘാടനം ചെയ്തു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 80ഓളം ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചാണ് കിങ്ങിണിക്കൂട്ടം എന്ന പേരിൽ കായികമേള സംഘടിപ്പിച്ചത്. കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും മാനസികോല്ലാസം സമ്മാനിക്കുന്നതിന് വേണ്ടി വിവിധ പ്രവർത്തനങ്ങൾക്കാണ് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകി വരുന്നത്. വെള്ളുവങ്ങാട് ചലഞ്ചേഴ്സ് ക്ലബിൻ്റെയും പഞ്ചായത്തിലെ അങ്കണവാടി ജീവനക്കാരുടെയും സഹായത്തോടെ വിവിധ മത്സരങ്ങളാണ് കുട്ടികൾക്കായി സംഘടിപ്പിച്ചത്. ഡിസംബർ 24-ന് കലാമത്സരങ്ങളും നടത്തും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC രമീഷ കിങ്ങിണിക്കൂട്ടം ഉദ്ഘാടനം ചെയ്തു. ടർഫ് വെള്ളവങ്ങാടിൽ അതിമനോഹരമായ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലാണ് സംബന്ധിക്കുന്നത്. നമുക്ക് പഞ്ചായത്തിൻ്റെ ഏത് വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ മക്കളുടെ സന്തോഷമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറെ സന്തോഷം നൽകുന്ന കാര്യം. കാരണം അവർക്ക് ഇത്തരം വേദികൾ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അവരുടെ ഒരു സന്തോഷം. ഇന്ന് എല്ലാ പരിപാടികളിലും അവർക്ക് സ്പോർട്സിൻ്റെ എല്ലാ പരിപാടികളും അവർ സജീവമായിട്ട് പങ്കെടുക്കുന്നത് നമ്മൾ കാണുന്നു. ഈ സന്തോഷമാണ് നമ്മൾ ഈ പരിപാടിയോട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അത് നമുക്ക് ഇതിൽ നിന്നും നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അംഗനവാടി ടീച്ചർമാരും അതുപോലെ ICDC സൂപ്പർവൈസർ മെമ്പർമാരുടെയും പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ പരിപാലന സംഘടന എല്ലാവരുടെയും നല്ല ഒരു പിന്തുണ ഈ കുട്ടിയുടെ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സദക്കത്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ TK റാബിയത്ത്, P സുനീർ, അംഗങ്ങളായ കൊരമ്പയിൽ ശങ്കരൻ, V മജീദ്, PR രോഹിൽനാഥ്, KP പ്രേമലത, MK സുഹറ, T സൈനുലാബിദ്, പ്രതീക്ഷ ബഡ്സ് സ്കൂൾ പ്രഥമാധ്യാപിക NK ബിഷിത, PTA പ്രസിഡന്റ് C ഹനീഫ, ICDS സൂപ്പർവൈസർ E സുഹീന, പരിവാർ ഭാരവാഹികളായ കരിമ്പിൽ അബു, മഹമ്മൂദ്, അധ്യാപകരായ ഷുഹൈബ് എടത്തനാട്ടുകര, ശാന്തകുമാരി, ജമീല, ആമിന, അബ്ദുൾ റഷീദ്, അങ്കണവാടി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. വാണിജ്യ വാർത്തകൾ. എല്ലാതരം ഡിസൈനർ ഡ്രസ് മെറ്റീരിയൽസുമായി പരാഗ് ഫാഷൻ ഇപ്പോൾ ചെറുപ്പശ്ശേരിയിലും. സെൻട്രൽ ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ച പരാഗ് ഫാഷൻ MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ നെല്ലായ ഉദ്ഘാടനം ചെയ്തു. ഡ്രസ് മെറ്റീരിയലുകളുടെ വിസ്മയ കളക്ഷനുമായി പരാഗ് ഫാഷൻ ഇപ്പോൾ ചെറുപ്പശ്ശേരിയിലും. സെൻട്രൽ ബാങ്കിന് സമീപം ചൊവ്വാഴ്ച പ്രവർത്തനമാരംഭിച്ച സ്ഥാപനം നെല്ലായ MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സ്ഥാപന ഉടമകളും മറ്റ് അതിഥികളും ചടങ്ങിൽ സന്നിഹിതരായി. എല്ലാ തരത്തിലുള്ള ഡ്രസ് മെറ്റീരിയലുകളും പരാഗ് ഫാഷനിൽ നിന്ന് ലഭിക്കും. പ്രിന്റഡ് ക്രാപ്പ്, കോട്ടൺ പ്രിന്റ്, അജ്രാക് പ്രിന്റ്, റയോൺ പ്രിന്റ്, മ്യൂഡൽ സ്ലിക്ക്, ലേസ്, നെറ്റ് വർക്ക്, ഷിഫോൺ വർക്ക്, കോസ്മോസ് വർക്ക്, വെൽവെറ്റ് വർക്ക്, അഗോബ, ഷോൾ, അഭായ തുണി, ഓർഗൻസ, സ്റ്റാർ ജോർജറ്റ്, ഷിഫോൺ പ്ലെയിൻ, ക്രാപ്പ് പ്ലെയിൻ, സാറ്റിൻ പ്ലെയിൻ, കോട്ടൺ പ്ലെയിൻ, പ്ലെയിൻ നെറ്റ്, ട്വിൽ നെറ്റ് എന്നിവയെല്ലാം പരാഗ് ഫാഷൻസിൽ ലഭ്യമാണ്. കൂടാതെ ആഘോഷവേളകൾക്ക് നിറം പകരാൻ വ്യത്യസ്തമായ ഡ്രസ് കോഡുകളുടെ കളക്ഷനോട് കൂടിയ മാച്ചിങ് സെന്ററും കൂടിയാണ് പരാഗ് ഫാഷൻ. കുടിവെള്ളം ശുദ്ധമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇതാ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ. അത്യാധുനിക വാട്ടർ പ്യൂരിഫയറുകളുടെ വിപുലമായ കളക്ഷനുമായി അക്കാപൂൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സൊല്യൂഷൻസ് ചെറുപ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വാട്ടർ ട്രീറ്റ്മെന്റ് മേഖലയിൽ ഒരു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായാണ് അക്കാപൂൾ വാട്ടർ ട്രീറ്റ്മെന്റ് സൊല്യൂഷൻസ് ചെർപ്പശ്ശേരി മഞ്ചക്കല്ലിൽ പ്രവർത്തനം ആരംഭിച്ചത്. തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.
വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകൾ തുടങ്ങി എല്ലാ മേഖലകളിലും ഉപയോഗിക്കാവുന്ന അത്യാധുനിക വാട്ടർ പ്യൂരിഫയറുകളുടെ വിപുലമായ കളക്ഷനുമായാണ് അക്വാപൂൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സൊല്യൂഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വീടുകൾക്ക് ആവശ്യമായ ഡൊമസ്റ്റിക് വാട്ടർ പ്യൂരിഫയറുകൾ, വാട്ടർ ഫിൽട്ടറുകൾ, കൊമേഴ്ഷ്യൽ പ്യൂരിഫയർ സിസ്റ്റം, ഹോസ്പിറ്റലുകളിലേക്ക് ആവശ്യമായ ഡീമിനറലൈസേഷൻ പ്ലാന്റുകൾ, ബസൽ ഫിൽറ്ററുകൾ തുടങ്ങി എല്ലാവിധ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങളുടെയും ഫിറ്റിംഗും സർവീസും ഉത്തരവാദിത്വത്തോടുകൂടി മിതമായ നിരക്കിൽ അക്വാപൂൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സൊല്യൂഷൻസിൽ ലഭ്യമാകും. കൂടാതെ ഗവൺമെന്റ് അംഗീകൃത ലാബിൽ ജലപരിശോധന നടത്താനുള്ള സംവിധാനവും അക്വാപൂളിൽ ലഭ്യമാണെന്ന് സ്ഥാപന ഉടമകൾ അറിയിച്ചു. ഇന്നത്തെ പല അസുഖങ്ങൾക്കും കാരണം 80% നമ്മൾ കൺസ്യൂം ചെയ്യുന്ന നമ്മുടെ വെള്ളത്തിൽ നിന്നാണ്. നമ്മളതാരും അറിഞ്ഞു പോകുന്നില്ല. നിങ്ങൾ ശുദ്ധജലം കുടിക്കുക, ആരോഗ്യം അതേപോലെ തന്നെ മറ്റുള്ള സമ്പത്ത് കാര്യങ്ങളെല്ലാതും നമ്മൾ ആദ്യം നമ്മളുടെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് നമ്മൾ പറയാം, അല്ലേ? അതുപോലെ തന്നെ ആ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നല്ല വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ജലം എപ്പോഴും പരിശോധിക്കുക. നമ്മൾ ജലം പരിശോധിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടി പലതരം പ്യൂരിഫയറുകൾ പല മോഡലുകളുമായിട്ട് നമ്മൾ അക്വാപൂളിൻ്റെ 9ാമത്തെ ബ്രാഞ്ച് ചെർപ്പുളശ്ശേരിയിൽ നമ്മൾ ഓപ്പണായിട്ട് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങൾ എല്ലാവിധ സർവീസ് കൊടുക്കുന്നു. RO ചെയ്യുന്നുണ്ട്, UV ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാ കൊമേഴ്ഷ്യൽ പ്ലാന്റുകളുടെയും എല്ലാവിധ സർവീസുകളും നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ലാബാണ് മോഡേൺ ബയോടെക് എന്ന് പറയുന്ന പട്ടാമ്പിയിലുള്ള ലാബ്. നമ്മുടെ ഗവൺമെൻറ് അംഗീകൃത ലാബാണ്, കേരള PCB അംഗീകൃത ലാബാണ്. അവിടെ വെള്ളവും പരിശോധിക്കുന്നുണ്ട്. ചെർപ്പശ്ശേരിയിൽ കൂടാതെ പട്ടാമ്പി, കൂറ്റനാട്, മലപ്പുറം, വളാഞ്ചേരി, പെരിന്തൽമണ്ണ, ഒറ്റപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിലും അക്വാപൂൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സൊല്യൂഷൻസിൻ്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടെ താമസിച്ചിരുന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് മണ്ണാർക്കാട് പ്രത്യേക കോടതി. അഗളി കള്ളമല സ്വദേശി ചരളംകുന്നയിൽ സലിൻ ജോസഫിനാണ് ശിക്ഷ വിധിച്ചത്. 38-കാരിയായ ലക്ഷ്മിയെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. മണ്ണാർക്കാട് അരിയൂർ ബാങ്കിന് നേരെയുള്ള അഴിമതി ആരോപണം. CPM-ലെ മണ്ണാർക്കാട്ടെ വിഭാഗീയതയുടെ ഇരയായ നേതാക്കൾക്കെതിരെയുള്ള പ്രതികാരമെന്ന് UDF നേതാക്കൾ. പഴയ അന്വേഷണ റിപ്പോർട്ടാണ് പുതിയതാണെന്ന് വ്യാജേന അവതരിപ്പിച്ചതെന്നും നേതാക്കൾ. ചെറുപ്പശ്ശേരിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മാല പൊട്ടിക്കൽ ശ്രമം പ്രതി പിടിയിൽ. 18-കാരനായ യുവാവാണ് അറസ്റ്റിലായത്. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം. KSSPU-വിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകണമെന്നും ആവശ്യം. ജീവിത സായന്തനത്തിൽ ദുരിതം പേറി പുലാപ്പറ്റ ഉമ്മനടിയിൽ വൃദ്ധ സഹോദരിമാർ. 86-കാരിയായ പത്മാവതി അമ്മയും സഹോദരിയും കഴിയുന്നത് അയൽവാസികളുടെ കാരുണ്യത്തിൽ. ചികിത്സയ്ക്കായി എടുത്ത ലോൺ കുടിശ്ശികയായതിനെ തുടർന്ന് വീടിന് ജപ്തി ഭീഷണി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.